കിട്ടാൻ കാരണം നമ്മൾ ആ ഒരു ലൈൻ മാർക്കിംഗ് തന്നെയാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജിൽ നിന്ന് വന്നിരിക്കുന്ന എത്തിയോസ് ലിവയുടെ വീഡിയോ ആയിട്ടാണ്. എത്തിയോസ് ലിവ ഓൾറെഡി ഇവിടെ നമ്മളെ ബോഡി ഷേപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ വണ്ടി ബൂത്തിൽ കയറി. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയുള്ള വീഡിയോസാണ്. അപ്പോൾ ഇതൊരു ഗ്രേ കളർ വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതൊരു 2016-17 മോഡൽ വണ്ടിയാണ്. ഓൾറെഡി ലേറ്റസ്റ്റ് പ്ലാറ്റിനം മോഡൽ ടൈപ്പ് ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേ കളറാണ്, സിംഗിൾ ടോൺ കളറാണ്. അത് ഡുവൽ ടോൺ ആക്കണം. റൂഫ് നമ്മൾ ഈ ഒരു ഭാഗം, ഈ ഒരു കട്ടിങ് തുടങ്ങി മേലേക്കുള്ള ഭാഗം ബ്ലാക്ക്, പിയാനോ ബ്ലാക്കും, താഴത്തേക്കുള്ള ഭാഗം 3SI എന്നാണ് അതിൻ്റെ കോഡ് വന്നത്. ചെറിയ റെഡ് മാതിരിയുള്ള ഒരു കളറാണ് നമ്മളിത് മടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള ഫൈനൽ ഫിനിഷിങ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോഡി പ്രോപ്പർ ഷേപ്പിംഗ് ചെയ്തു. ചെറിയ ഡെന്റിങ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ക്ലിയർ ചെയ്തതിന് ശേഷം ബോഡി ഷേപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ 1K പേപ്പർ അപ്ലൈ ചെയ്തു. 1K പേപ്പർ അപ്ലൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം ഇപ്പോൾ മാസ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഫൈനലായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇതിന് ചെറിയ ചെറിയ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ പുറത്തിട്ട് തന്നെ തീർത്തിട്ടാണ് നമ്മൾ ബൂത്തിൽ കയറ്റിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു കട്ടിങ്ങിന് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടേക്ക് വെച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്ലാക്ക് അടിക്കണം. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്ത് വിടുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ബ്ലാക്ക് ഫില്ലറുകളും കാര്യങ്ങളൊക്കെ ബ്ലാക്കാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അണ്ടറാണ് അടിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഗ്രേ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അണ്ടർ കോട്ട് അടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴ്വശത്താണ് ആദ്യം നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അണ്ടർ കോട്ട് കഴിഞ്ഞ് അടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഫൈനൽ സർഫസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഷാർപ്പായിട്ട് അതിൻ്റെ ഒരു കളറിൻ്റെ ഒരു ഷാർപ്പ് കട്ടിങ്ങിനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ലൈൻ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ താഴ്വശത്തേക്കുള്ള ഭാഗങ്ങൾ മാസ്ക് ചെയ്യും. അതിനുശേഷം റൂഫ് വശം ഫുള്ള് പിയാനോ ബ്ലാക്ക് അടിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. എത്തിയോസ് ലിവയുടെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടില്ല. നമ്മൾ മാസ്കിങ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തു. ഡുവൽ ടോൺ കളർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ കണ്ടിരിക്കും ഫുൾ മാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ റിമൂവ് ചെയ്തു. നമ്മൾ ഈ കിട്ടിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയണ്ട, അത് ഷാർപ്പായിട്ട് കിട്ടാൻ കാരണം നമ്മൾ ആ ഒരു ലൈൻ മാസ്കിങ് തന്നെയാണ്. സാധാ മാസ്കിങ് ടൈപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഷാർപ്പായിട്ട് കിട്ടണമെന്നില്ല. അതെ, ലൈനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഇത് സെറ്റായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ടൈ ക്ലോത്ത് യൂസ് ചെയ്ത് ഫുള്ളായിട്ട് തന്നെ വണ്ടി തുടച്ച് ക്ലിയർ ചെയ്തെടുക്കും. ടൈ ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡസ്റ്റോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് തുടച്ച് ക്ലിയർ ചെയ്യാൻ, അതേപോലെ തന്നെ എന്തെങ്കിലും ഓയിൽ മയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് തുടയ്ക്കേണ്ട ഒരു മെറ്റീരിയലാണ് ടൈ ക്ലോത്ത്. അത് യൂസ് ചെയ്തിപ്പോൾ ഫുള്ളായിട്ട് തന്നെ തുടച്ച് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇനിയിപ്പോൾ ക്ലിയർ കോട്ട് അടിക്കുന്നത് കേട്ടോ. 2 കോട്ട് ക്ലിയർ കോട്ട് അടിക്കും. അപ്പോൾ നമ്മളുടെ എത്തിയോസ് ലിവ ഇവിടെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇറക്കിയതിന് ശേഷം അവർ ചെയ്യുന്ന പരിപാടിയാണ് കട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ രവിച്ചേട്ടൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ 2000 ml യൂസ് ചെയ്തിട്ട് ക്ലിയർ കൂടെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്യും. കാരണം ആ ഒരു
ബ്ലറായിട്ട് നിൽക്കുന്ന ആ ഒരു സർഫസ് മാറ്റാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് ബഫിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിൻ്റെ തിരക്കിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ബൂത്തിൽ ഈ ഒരു വണ്ടിയുടെ ബമ്പറിങ്ങും കാര്യങ്ങളൊക്കെ പെയിൻ്റ് അടിക്കാനും വെച്ചിട്ടുണ്ട്.